ഈ പ്രതി അഫാൻ ഈ അഫ്സാനുമായി ചേർന്ന് നിൽക്കുന്ന, അവനെ കെട്ടിപ്പിടിച്ചു നിൽക്കുന്ന ദൃശ്യങ്ങളടക്കം പുറത്തു വന്നപ്പോൾ എല്ലാവരും ഒരു തവണയെങ്കിലും മനസ്സിൽ ചോദിച്ചു കാണും, എങ്ങനെയാണ് അവൻ ഈ സ്വന്തം അനിയനെ, സ്വന്തം ചോരയെ ഇത്തരത്തിൽ അതിക്രൂരമായി കൊലപ്പെടുത്താൻ സാധിച്ചതെന്ന്. എല്ലാവരും ഈ കൊലപാതക വാർത്ത പുറത്തു വരുമ്പോഴെല്ലാം പറഞ്ഞിരുന്നത് ആ മകനെ എന്തിനു കൊന്നു, ആ കുഞ്ഞു പയ്യനെ എന്തിനു കൊന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളടക്കം അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പറഞ്ഞിരുന്നതും ഇത് തന്നെയായിരുന്നു. ഒന്നും അറിയാതെ എന്തിനാണ് താൻ മരിച്ചത്, അല്ലെങ്കിൽ എന്തിനാണ് താൻ ഇന്നലെ വരെ തോളോട് തോൾ ചേർന്ന് തൻ്റെ ചേട്ടൻ തന്നെ എന്തിനാണ് ഇത്രയും അതിക്രൂരമായി കൊലപ്പെടുത്തുന്നത് എന്ന് ആ മരിക്കുന്നതിൻ്റെ അവസാന നിമിഷം പോലും അറിയാതെയായിരിക്കും അവൻ ആ മരണത്തിലേക്ക് പോയിട്ടുണ്ടാവുക. എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന മൊഴി അനുസരിച്ച് ആദ്യം ഈ അഫാൻ പോലീസ് സ്റ്റേഷനിൽ പോയി കീഴടങ്ങുന്ന സമയത്ത് പറഞ്ഞിരുന്നു തൻ്റെ കാമുകിയായിട്ടുള്ള ഫർസാനയോട് താൻ കാര്യങ്ങൾ തുറന്നു പറഞ്ഞിരുന്നു എന്ന്. പക്ഷേ ഫർസാനയ്ക്ക് തിരിച്ച് എന്തെങ്കിലും ചിന്തിക്കുന്നതിന് മുൻപ് തന്നെ ഫർസാനയെ കൊലപ്പെടുത്താൻ ആദ്യം ഈ ചുറ്റുക ഉപയോഗിച്ചിട്ടുള്ള ആക്രമണം നടത്തി കഴിഞ്ഞിരുന്നു. അപ്പോൾ ഫർസാന മാത്രമാണ് ഇത്രയും പേരെ താൻ കൊലപ്പെടുത്തിയ ശേഷമാണ് വന്നിരിക്കുന്നത് എന്നുള്ള ഈ ഒരു കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് മരിച്ചിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള അഫാന്റെ മൊഴിയിൽ നിന്ന് മനസ്സിലാകാൻ സാധിക്കുന്നത് അമ്മയെ ആക്രമിച്ചതും ബന്ധുക്കളെ കൊലപ്പെടുത്തിയതെല്ലാം തന്നെ ഈ കുഞ്ഞനുജനായിട്ടുള്ള അഫ്സാനെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അതായത് അഫ്സാനെ ഈ കൊലപ്പെടുത്തുന്നതിന് മുമ്പ് ഏറ്റവും ഒടുവിലാണ് അഫ്സാനെ കൊലപ്പെടുത്തിയിരിക്കുന്നത്. ആ ഒരു സമയത്ത് അനുജനായ അഫ്സാനെ ചുറ്റിക കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തുന്ന ആ ഒരു സമയത്ത് താൻ മറ്റുള്ളവരെല്ലാം തന്നെ കൊലപ്പെടുത്തിയ കാര്യങ്ങൾ പ്രതി അഫാൻ, അതായത് സ്വന്തം ചേട്ടൻ തന്നെ അനിയനോട് പറഞ്ഞിട്ടുണ്ട്. അവനും ഒന്ന് നിലവിളിക്കുന്നതിന് മുൻപ് തന്നെയാണ് അവന് നേർക്കും ഇത്തരത്തിൽ ആക്രമണം നടത്തിയിരിക്കുന്നത്. ഈ സംഭവ ദിവസം ഈ അഫാൻ സ്കൂൾ വിട്ട് അഫ്സാൻ എത്തുന്നത് വരെ കാത്തിരിക്കുകയായിരുന്നു. അതിനിടയിലാണ് മറ്റുള്ള കൊലപാതകങ്ങളെല്ലാം തന്നെ നടത്തിയിരിക്കുന്നത്. അഫ്സാൻ ഇത്ര സമയത്തിനുള്ളിൽ സ്കൂളിൽ നിന്ന് തിരിച്ചു വരുമെന്ന് അഫാൻ ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു. അതിനിടയിൽ മറ്റു കൊലപാതകങ്ങളെല്ലാം നടത്തി ഏറ്റവും ഒടുവിലായിട്ട് തൻ്റെ അനിയനെയും കൊലപ്പെടുത്തുവാനായിരുന്നു ഗൂഢപദ്ധതി അഫാൻ ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് അഫ്സാൻ എത്തിയ സമയത്ത് വെഞ്ഞാറമൂട്ടിൽ പോയി കുഴിമന്തി വാങ്ങി വരാൻ, അവന് ഏറെ ഇഷ്ടപ്പെട്ട കുഴിമന്തി വാങ്ങി വരാൻ ഓട്ടോറിക്ഷയിൽ അഫാൻ ആവശ്യപ്പെട്ട് അവനെ പറഞ്ഞയച്ചത്. ഇതിനായി സ്വന്തം ഓട്ടോറിക്ഷ ഏർപ്പാടാക്കി മടങ്ങിയെത്തിയ അഫ്സാനോട് ഈ അകത്തോട്ട് കയറുന്നതിന് മുൻപ് തന്നെ ഈ കൊലപാതകങ്ങൾ നടത്തിയ കാര്യം വീടിന്റെ മുൻവശത്തെ വാതിൽപ്പടിയിൽ വെച്ച് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ തുടക്കത്തിൽ ഈ ഒരു വീടിന്റെ ദൃശ്യങ്ങളെല്ലാം പുറത്തു വന്നപ്പോൾ ഈ ഒരു കുഴിമന്തിയുടെ അവശിഷ്ടങ്ങൾ, ബാക്കി ഭക്ഷണവും അതുപോലെ തന്നെ ചില ശീതളപാനീയങ്ങളെല്ലാം തന്നെ ഈ ഒരു വീടിന്റെ മുൻവശത്തിരിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. പോലീസ് അടക്കം അത് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപക്ഷെ അവിടെ വെച്ച് ഈ ഒരു വീടിന്റെ മുൻവശത്ത് വെച്ച് തന്നെ അഫ്സാനോട് ഈ ഒരു കാര്യങ്ങൾ വീടിനകത്തേക്ക് കയറുന്നതിന് മുൻപ് തന്നെ താൻ ഇത്തരത്തിൽ കൊലപാതകങ്ങൾ നടത്തിയ കാര്യം അഫാൻ തുറന്നു പറഞ്ഞിരുന്നു. അതുകൊണ്ടായിരിക്കാം ആ പൊതിയെല്ലാം തന്നെ അവിടെ തന്നെ വീണത്. ഉടൻ തന്നെ ഈ അഫ്സാൻ നിലവിളിക്കുകയായിരുന്നു. പക്ഷേ അവിടെ വെച്ച് തന്നെ ആക്രമണം ആരംഭിച്ചു. അതിനുശേഷമാണ് അകത്തേക്ക് കൊണ്ടുവന്ന് കൂടുതൽ ആക്രമിച്ച് കൊലപ്പെടുത്തിയത്. മരിച്ചെന്ന് ഉറപ്പാക്കിയതിന് ശേഷമാണ് കൈവശമുണ്ടായിരുന്ന ബാക്കി നോട്ടുകൾ, ഈ ഉമ്മയുടെ മാല പണയം വെച്ചിട്ടുണ്ടായിരുന്ന ബാക്കി വന്ന് കടം വീട്ടിയിട്ടുള്ള ബാക്കി പണം, ഈ 500 നോട്ടുകൾ അഫ്സാന്റെ ശരീരത്തിലേക്ക് വലിച്ചെറിഞ്ഞത്. ഇതിൽ നിന്നും ആ കുട്ടിയും ആ ഒരു 14 വയസ്സുകാരനും ഈ ഒരു കൊലപാതകം തൻ്റെ ചേട്ടൻ ഇതിനു മുൻപ് നടത്തിയിട്ടുള്ള ഇത്രയും കൊലപാതകങ്ങളുടെ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ടാണ് മരണത്തിലേക്ക് പോയത് എന്നുള്ളതും ഇത് കേൾക്കുമ്പോൾ നമുക്കും കൂടുതൽ നടുക്കമാവുകയാണ്. നമ്മൾ പറഞ്ഞു എന്തിനാണ് താൻ മരിക്കുന്നത്, അല്ലെങ്കിൽ തന്നെ എന്തിനാണ് ഇത്തരത്തിൽ തൻ്റെ ചേട്ടൻ, ഇവരെ ഏകദേശം ഒരു 10 വയസ്സിൻ്റെ വ്യത്യാസമുണ്ടെന്നാണ് പറഞ്ഞിരുന്നത്. പല നാട്ടുകാരുടെയും മൊഴികൾ അനുസരിച്ചിട്ട് അവൻ ശരിക്കും പറഞ്ഞൊരു ചേട്ടൻ്റെ സ്ഥാനത്ത് നിന്നല്ല അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് തന്നെയായിരുന്നു അഫ്സാനെ നോക്കുന്നുണ്ടായിരുന്നു. അവൻ്റെ പഠനകാര്യത്തിലും മറ്റുള്ള കാര്യത്തിലെല്ലാം തന്നെ ശ്രദ്ധ പുലർത്തുന്നുണ്ടായിരുന്നു. പിന്നെ എങ്ങനെയാണ് അവൻ ഇത്തരത്തിൽ തൻ്റെ കൊച്ചനുജനെ കൊല്ലാൻ സാധിച്ചത് എന്നുള്ള ഒരു അതിശയം നാട്ടുകാർക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. പക്ഷേ കൊല്ലപ്പെടുന്നതിന് മുൻപ് അഫ്സാനെ കാര്യങ്ങളെല്ലാം തന്നെ പ്രതിയായിട്ടുള്ള അഫാൻ അറിയിച്ചിരുന്നു. തുടർന്നും അവനൊന്ന് ചിന്തിക്കുന്നതിന് മുൻപ്, അല്ലെങ്കിൽ ആ വീട്ടിൽ നിന്ന് അവന് ജീവനും കൊണ്ട് ഓടുന്നതിന് മുൻപ് തന്നെ അവനെയും ആക്രമിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതിൽ നിന്നൊക്കെ അവൻ്റെ മനോനില എത്രത്തോളം ക്രൂരമാണ് എന്നുള്ള കാര്യം കൂടിയാണ് പുറത്തു വരുന്നത്. ഇതിനുശേഷം അഫ്സാനെയും കൂടി കൊലപ്പെടുത്തിയതിന് ശേഷമാണ് കുളിച്ച് വസ്ത്രം മാറി പുറത്തിറങ്ങി ബൈക്കിൽ കയറാൻ ആദ്യം ശ്രമിച്ചെങ്കിലും പിന്നീട് മദ്യപിച്ചിരുന്നതിനാൽ സ്റ്റാർട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. തുടർന്നാണ് ഓട്ടോറിക്ഷയിൽ, അതും പരിചയമുള്ള ഒരു ഓട്ടോറിക്ഷയിൽ വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിൽ എത്തിയെന്നാണ് അഫാന്റെ മൊഴി. ആദ്യം ഫർസാനെ കാര്യങ്ങൾ അറിയിച്ചിരുന്നുവെന്ന് പ്രതിയായിട്ടുള്ള അഫാൻ പറഞ്ഞിരുന്നു. ഇപ്പോൾ പോലീസിന് നൽകിയിട്ടുള്ള മൊഴിയിൽ നിന്നാണ് താൻ തൻ്റെ കുഞ്ഞനുജനെയും കാര്യങ്ങൾ കൊലപ്പെടുത്തിയ വിവരങ്ങളെല്ലാം തന്നെ അറിയിച്ചിരുന്നു. എന്നാൽ എന്തിനു വേണ്ടിയിട്ടാണെന്നില്ല, ഇത്രയും കൊലപാതകങ്ങൾ താൻ നടത്തി എന്നുള്ള കാര്യം കൂടി കുഞ്ഞനുജനെ അഫാൻ അറിയിച്ചിരുന്നു എന്നാണ് ഈ മൊഴിയിൽ നിന്ന് വ്യക്തമാകുന്നത്.